നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലർക്ക് ഗൃഹത്തിൽ നിന്നും വിട്ടു താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട്. 3 മാസത്തിന് ശേഷമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന വിധത്തിൽ ദൂരദേശവാസം വേണ്ടി വരുവാൻ ഇടയുണ്ട്. അന്തിമമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നതിനാൽ പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി വിജയം കൈവരിക്കുവാനും ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും സാധിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വളരെ ലോക്യത്തോടു കൂടി തന്നെ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ മറ്റൊരാൾ പണം മുതൽ മുടക്കി ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളുടെ പൂർണ്ണ ഭരണ ചുമതലകൾ ഏറ്റെടുക്കുവാനും നിശ്ചിത ശമ്പളവും അതിലുപരി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നിലവിലുള്ള ഗ്രഹത്തിൽ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു ചിലർക്ക് വിമ്മിഷ്ടം, ചിലർക്കൊക്കെ അസുഖങ്ങൾ വന്നു ചേരുക, ഈ വക സാഹചര്യങ്ങളെ കൊണ്ട് വാസ്തുശാസ്ത്രപ്രകാരം ഗ്രഹത്തിൻ്റെ പരിവർത്തനങ്ങൾ തയ്യാറാകുവാൻ ഇടയുണ്ട്. അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകുവാനും തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. സഹപ്രവർത്തകർ അന്യനാട്ടിലേക്ക്, വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകി എന്ന് അറിഞ്ഞതിനാൽ ഒരുപക്ഷെ സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിൽ നിലവിലുള്ള സ്ഥാപനത്തിൽ തന്നെ ഒരു പദവി ലഭിക്കുവാൻ ഇടയുണ്ട്. ഇതര ഭാഷാ പഠനത്തിനോ വികസിത രാഷ്ട്രത്തിലെ ഭാഷാ പഠനത്തിനോ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നിലവിലുള്ള ജോലിയിലിരുന്നും കൊണ്ട് ഭാവിയിലേക്ക് ഇനിയും അനന്ത സാധ്യതകളുള്ള ജോലിയെ വിലയിരുത്തി അതിന് തക്കവണ്ണമുള്ളൊരു പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മംഗളവേളകളിൽ പങ്കെടുക്കുവാനും പുതിയ സൗഹൃദ ബന്ധം ഉടലെടുക്കുവാനും ഇടയുണ്ട്. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുവാനും ചില സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉടമസ്ഥരുടെ നിർബന്ധത്താൽ അതെല്ലാം അവതരിപ്പിക്കാനിടവരും. ബന്ധുമിത്രാദികളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ ഇടയുണ്ട്. വ്യാപാര മേഖലകളിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. അർദ്ധമനസ്സോടുകൂടിയാണ് ഒരുപക്ഷെ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ചാലോ ബിസിനസ്സിൽ ഏർപ്പെട്ടാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജോലിയിലിരുന്നും കൊണ്ട് സ്ഥാപനത്തിന് വേണ്ടി പ്രയത്നിക്കാൻ ശനി ഞായർ എന്നീ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും പ്രയത്നിക്കാനുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. നിലവിലുള്ള രാജ്യത്തിൽ അതിശൈത്യമുള്ള സ്ഥിതിക്ക് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനിടവരും. ഒരുപക്ഷെ ഭാവിയിലേക്ക് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും യുക്തിപൂർവമുള്ള സമീപനത്താൽ അതിനെ അതിജീവിക്കാൻ സാധിക്കും. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഗതിവിഗതികൾക്കനുസരിച്ച്
ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തി എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യമായിട്ടുള്ള ജീവിത പന്ഥാവ് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്തുതർക്കം പരിഹരിക്കുന്നത് വഴി സ്വല്പം വിട്ടുവീഴ്ച മനോഭാവമൊക്കെ വേണ്ടി വരുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർബന്ധമായിരിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തിൽ അന്തിമമായിട്ട് തൃപ്തിയുള്ള വിഭാഗം തന്നെ വന്ന് ഭവിക്കുവാൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനും ഇടയുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കുവാൻ അവസരം വന്നു ചേരും. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാനിടവരും. ശമ്പള വർധനവോടുകൂടി ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ള മറ്റൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി നിലവിലുള്ള രാജിക്കത്ത് നൽകേണ്ടതായ സാഹചര്യങ്ങൾ ഈ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. വിദഗ്ധമായുള്ള ചികിത്സകളാലും വ്യായാമത്താലും കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇതെല്ലാം വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ തൊഴിൽ മേഖലകളിലുള്ള ചുമതലകളെല്ലാം തന്നെ പൂർണ്ണമായുള്ള രീതിയിലും ഏറ്റെടുക്കുവാൻ ഇടയുണ്ട്. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളെ അതിജീവിക്കുവാനായിട്ട് സുതാര്യതയുള്ള സമീപനവും കാര്യങ്ങളെല്ലാം ഉടമസ്ഥരെയും മേലധികാരികളെയും രേഖാപരമായിട്ട് ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. അർഹതയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ആചാരമര്യാദകൾ പാലിച്ചും കൊണ്ടും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം നഷ്ടപ്പെടുന്ന പല കാര്യങ്ങൾ പോലും തിരിച്ചു ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഈ വർഷത്തിൻ്റെ മുൻപ് തറപണി കഴിഞ്ഞ് പിന്നീട് ചിങ്ങമാസത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി 2027 ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പ്ലാനിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും ഒരുപക്ഷെ കൂടുതൽ സൗകര്യമുണ്ടാകുന്ന വിധത്തിൽ ഉള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ചെറിയ പദ്ധതികൾ ഉപേക്ഷിച്ച് 2027 ഓഗസ്റ്റ് മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനും ഈ പദ്ധതികൾക്ക് അധിക ചെലവൊന്നും വേണ്ടി വരികയില്ല, അല്ലെങ്കിൽ ക്രമാനുഗതമായിട്ട് സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ ഈ കരാർ ജോലികൾ ഏറ്റെടുക്കുവാനും പൂര നക്ഷത്രം ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 5-6 മാസമായിട്ട് ക്രമാനുഗതമായിട്ടുള്ള വിജയം കൈവരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വിപുലീകരിച്ചാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവും. എന്നാൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ച് മാത്രമേ പണം മുതൽ മുടക്കാവൂ. ഇതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്കെല്ലാം തന്നെ അതിൻ്റെ ഒരു സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കി വിപുലീകരിക്കാനുള്ള അവസരത്തിന് യോഗമുണ്ട്. ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കൈവന്നു ചേരുവാനും ഇടയുണ്ട്. ഈ വർഷത്തിൽ ഒടുവിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി ഹ്രസ്വകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ സമാന ചിന്താഗതിയിലുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. നിലവിലുള്ള പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ട് തന്നെ ഈ ജൂൺ മാസം മുതൽ പുതിയതായിട്ടുള്ള ഉപരിപഠനത്തിന് ചേരുവാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാകും. ആത്മവിശ്വാസത്തോടുകൂടി ഉപരിപഠന പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സങ്കുചിത മനോഭാവം ഒഴിവാക്കി വിശാല മനസ്ഥിതിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ
അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. വിൽപ്പനോദ്ദേശത്തോടു കൂടി വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുമെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശത്താൽ ജൂൺ മാസത്തിന് ശേഷം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ അവിടെ വികസനം വന്നു ചേരുന്നുണ്ട്, അല്ലെങ്കിൽ റോഡ് വന്നു ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് വിൽപ്പനയിൽ നിന്നും പിന്മാറുവാൻ ഇടയുണ്ട്. ശ്രമകരമായുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള പദ്ധതികളുടെ ഒരു വിഭാഗം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ചെയ്തു വരുന്ന ജോലികളൊക്കെ ആയിരിക്കാം എങ്കിൽ പോലും ആ ചുമതലകളെല്ലാം ഏറ്റെടുത്തും കൊണ്ട് അതിൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓഗസ്റ്റിന് ശേഷം മറ്റൊരു സ്ഥാപനത്തിൻ്റെ ഉയർന്ന പദവിക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ആ ഒരു കർമ്മമണ്ഡലങ്ങളെല്ലാം സ്വായത്തമാക്കി തീർക്കുവാൻ അവസരം ഉണ്ടാകും. ജീവിത ചെലവ് വർദ്ധിക്കുന്നത് വഴി വികസിത രാഷ്ട്രത്തിൽ നിന്നും മറ്റ് രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ അതല്ല ഭാരതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ജന്മനാട്ടിൽ സ്ഥിരതാമസമാക്കുവാനുള്ള അവസരത്തിന് പോലും യോഗമുണ്ട്. മറ്റ് ചിലർക്ക് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് കഴിഞ്ഞ 7-8 മാസമായിട്ട് ജോലിയിൽ ബുദ്ധിമുട്ടുകളും അധികാരപരിധിയും വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്ക് താൽക്കാലികമായിട്ടുള്ള ജോലികളൊക്കെ ആയിരിക്കാം ഉണ്ടാവുക. ഏത് പ്രകാരത്തിലും സാമ്പത്തികമായുള്ള നേട്ടം കുറവുള്ളതിൻ്റെ വെളിച്ചത്തിൽ ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങിയാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള അന്വേഷണത്തിൽ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ബിസിനസ് പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാവും. ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. വളരെയധികം ശ്രദ്ധിക്കണം. ചിലർക്ക് സാംക്രമിക രോഗങ്ങളും മറ്റു ചിലർക്ക് പകർച്ചവ്യാധിയും പിടിപെടുവാനുള്ള സാധ്യത പോലും ഉണ്ടാകും. കുടുംബജീവിതത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിക്കേണ്ടതുമാണ്. സുരക്ഷിതമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് നന്നായിരിക്കും. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. അർഹതയുള്ളവരെ അനുമോദിക്കുന്നതിൽ ആശ്വാസത്തിനും ആത്മാഭിമാനത്തിനും യോഗമുണ്ട്. നിയമനിർവഹണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകളും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ പണം അത്ര തന്നെ മുതൽ മുടക്കേണ്ടി വരികയില്ല എങ്കിൽ പോലും സമയബന്ധിതമായിട്ട് മുതൽ മുടക്കിയിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനായിട്ട് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാനിടയുണ്ട്. പരമ്പരാഗതവും പാരമ്പര്യവുമായിട്ടുള്ള പ്രവൃത്തികളുടെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഭാരതീയ ശാസ്ത്രശാഖകൾ അവലംബിച്ചും കൊണ്ട് വളരെ ക്ഷമയോടുകൂടിയും പക്വതയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക്
ഇനിയും പഠിച്ചാൽ മാത്രമേ വിജയം കൈവരിക്കുവാനും അല്ലെങ്കിൽ അത് കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പാഠ്യപദ്ധതികളൊക്കെ ചേരുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യവസ്ഥകൾ പാലിക്കാത്ത ജോലിക്കാരെ അവർക്ക് ചിലർക്ക് പരിശീലനം നൽകുവാനും ചിലരെ പിരിച്ചുവിടേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. നിക്ഷേപ സമാഹരണ യജ്ഞം ഈ മാസത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ സഹപ്രവർത്തകരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങളെയും അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മേലധികാരികളുടെ സഹായ സഹകരണത്തോടുകൂടി ഏറെക്കുറെ പൂർത്തീകരിക്കാൻ ഇടവരും. വിനയം, ക്ഷമ, ആത്മസംയമനം എന്നിവ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുവാൻ ഇടയുണ്ട്. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടി വരും. മറ്റൊരാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ, സാരാംശങ്ങൾ സ്വീകരിച്ചും കൊണ്ട് സ്വന്തം കർമ്മമണ്ഡലങ്ങളിൽ അവലംബിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ക്രിയാത്മകമായിട്ട് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ ഏതൊരു കാര്യങ്ങൾക്കും സാധിക്കുന്നതുമാണ്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ഈ മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ അടുത്ത മാസത്തിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.